അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി അൽഹംദുലില്ലാഹ് ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് തന്നിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കട്ടെ. നാം എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹ് നന്നാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലുത് നമസ്കാരമാണ്. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. അത് മാത്രമല്ല, ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യവും നമസ്കാരമാണ്. അതുകൂടാതെ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് അവ്വലുമാ യുഹാസബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 തെറ്റുകൾ, 7 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കപ്പെടൂല. ആ നമസ്കാരങ്ങൾ അല്ലാഹു വളിരിബൂ ബിഹാദൽ വജ്ഹിൽ സ്വാഹിബിഹ, അതവന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെട്ടേക്കാം, അല്ലാഹു സ്വീകരിക്കൂല എന്ന് നബി തങ്ങൾ പല ഹദീസുകളിലായി പറഞ്ഞ 7 തെറ്റുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എല്ലാ വഖത്തും നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, എല്ലാ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കും. പക്ഷേ അത് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നമസ്കാരങ്ങൾ വെറുതെ പാഴ് പ്രവർത്തനങ്ങളാകാതെ ഈ പറയുന്ന 7 തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നമസ്കരിച്ചാൽ അള്ളാഹ് സ്വീകരിക്കും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ അദാബിലേക്ക് വലിച്ചെറിയപ്പെടും, നമസ്കാരങ്ങൾ വെറുതെ ആയി പോകുമെന്ന ഹദീസുകൾ കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് തെറ്റുകൾ? കേൾക്കുമ്പോഴേ മനസ്സിൽ നിയത്ത് വെക്കണം, പടച്ചവനെ ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കേൾക്കിൻ. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഒന്നാമത്തത് ഇഖ്ലാസ് ഇല്ലാതെ നമസ്കരിക്കൽ, ആത്മാർത്ഥതയില്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയുള്ള നിസ്കാരം. അത് അല്ലാഹുവിന് വേണ്ട, അതല്ലാഹു സ്വീകരിക്കൂല. ഞാൻ വലിയ നിസ്കാരക്കാരാണ്, ഞാൻ വലിയ നിസ്കാരമുള്ള ആളാണ്, ഒരൊറ്റ തഹജ്ജുദ് പോലും മുടക്കൂല എന്നറിയാൻ വേണ്ടി തഹജ്ജുദിന് എണീക്കും, നിസ്കരിക്കും, ആരും അറിയില്ല, പാതിരാത്രിയല്ലേ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരോട് പറയും, എടിയേ ഞാൻ 4 മണിക്ക് എണീറ്റിട്ടോ, എന്താ തണുപ്പ്, തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റതാ, എന്തിനായത് രാവിലെ എണീറ്റെന്ന് പറയാൻ. അത് അല്ലാഹുക്ക് വേണ്ട. നമ്മുടെ നിസ്കാരം മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള നിസ്കാരം അത് വേണ്ട, മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ഇബാദത്തുകൾ അത് അല്ലാഹുക്ക് വേണ്ട. നമ്മുടെ നമസ്കാരത്തിൽ ആളുകൾ കാണുന്നു, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയട്ടെ, നമസ്കാരത്തിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ ആ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളായ ആളുകൾ ആരും കാണാതെ ഇബാദത്ത് എടുക്കാനാണ് പരിശ്രമിച്ചിരുന്നത്, ആരും കാണാതെ പരിശ്രമിച്ചിരുന്നവരാണ്. നമ്മളാണെങ്കിലോ 2 പേര് കാണട്ടെ എന്നോർത്ത് ലൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യും. നമസ്കാരമൊക്കെ അങ്ങനെ ആയിപ്പോയി നമ്മൾ, അല്ലാഹ് കാക്കട്ടെ. ഒന്നാമത്തെ, പ്രിയമുള്ളവരെ, ആളുകളെ കാണിക്കാനോ പ്രശംസ നേടാനോ നമസ്കരിക്കുന്നത് വലിയ അപകടമാണ്. അത് ചെറിയ ശിർക്കാണെന്ന് പോലും നബി തങ്ങൾ ഹദീസിൽ കാണാം. അല്ലാഹു കാക്കട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം, നബി തങ്ങൾ പറഞ്ഞു, നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക. ശ്രദ്ധയില്ല. അല്ലാഹു അക്ബർ, മുസ്ലിമാൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഇന്ന് കുടുംബശ്രീ ഉണ്ടല്ലോ റബ്ബേ, നാളെ കല്യാണത്തിന് പോകാൻ പറ്റൂല. അപ്പൊ ഇന്ന് തലേ ദിവസം ഒന്ന് പോയി തല കാണിച്ചില്ലെങ്കിൽ ഫാത്തിഹ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കല്യാണത്തിന് പോകുന്നത് വീട്ടുകാര്യങ്ങൾ, അള്ളാഹ് അന്ന് 2 മണിക്ക് സ്കൂളിൽ മീറ്റ് ലഹുറസ്കരിക്കും കേട്ടോ. അല്ലാഹു അക്ബർ, ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് PTA മീറ്റിംഗ് കൊണ്ട് പോയാൽ എപ്പോ വരാൻ പറ്റുമോ എന്തോ റബ്ബേ, അസറിനും എത്താൻ പറ്റുമോ എന്തോ ചിന്തയാണ്. വേണ്ട, അത് അള്ളാഹ്ക്ക് വേണ്ട. ദുനിയവിയായ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുക, അത് അള്ളാഹു വലിച്ചെറിയപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹ് വലിച്ചെറിയും, അള്ളാഹ് പാഴാക്കി കളയും. അങ്ങനെ ദുനിയവിയായ ചിന്തകൾ വരുത്താതെ ഇഖ്ലാസോടെ റബ്ബിന് വേണ്ടി, എന്റെ റബ്ബ് കാണുകയാണ്, ഇതെന്റെ അവസാന നിസ്കാരമാണ് എന്ന രീതിയിൽ ചിന്തി നമസ്കരിക്കുക. ആയിഷ ബീവിയോട് ചോദിച്ചില്ലേ നബിയെ, ആയിഷ ബീവിയെ, ഞാൻ നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടുമ്പോൾ ദുനിയവിയായ ചിന്തകൾ വരാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആയിഷ ബീവി പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. ഈ നിസ്കാരം തീർന്ന് 2ാമത്തെ സലാം വീട്ടുമ്പോൾ അസ്റായിൽ റൂഹിനെ പിടിക്കാൻ എന്റെ പുറകിലുണ്ട് എന്നൊറ്റ ചിന്തയോട് നിസ്കരിച്ചേ, നിസ്കാരം ശരിയാവും പറഞ്ഞു. അങ്ങനെ നിസ്കരിച്ചപ്പോൾ നിസ്കാരം ശരിയായി എന്നാണ്. ആ ചിന്ത നമുക്കുണ്ടാകണം. നമ്മൾ മരിക്കും, അവസാനത്തെ നിസ്കാരം ആകെ ചെയ്യാൻ പറ്റിയ ഒരു ഇബാദത്ത് ഇതാണെന്ന് കരുതി അങ്ങനെ നിസ്കരിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ. മൂന്നാമത്തത്, മനഃപൂർവ്വം നമസ്കാരം വൈകിപ്പിക്കലും അല്ലെങ്കിൽ ഉപേക്ഷിക്കലും. ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് ചിന്തയില്ല, ചർച്ചയേ ഇല്ല. മനഃപൂർവ്വം പിന്തിപ്പിക്കുക, പിന്നെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവർ പഠിച്ചു വെച്ചോ, അവരുടെ ആഖിബത്ത് മോശമാണ്, അവരുടെ അമലുകളെല്ലാം പൊളിച്ചുകളയും, അവരുടെ നമസ്കാരങ്ങളെല്ലാം സ്വീകരിക്കൂല
ലഭിക്കൂല എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം നമസ്കാരത്തെ പിന്തിപ്പിച്ചാൽ. കാരണങ്ങളൊന്നുമില്ല, ഒന്ന് ഉറങ്ങിപ്പോയി പ്രശ്നമില്ല, ഒരു യാത്രയിലായിരുന്നു പ്രശ്നമില്ല, വെറുതെ വീട്ടിലുണ്ട്, അങ്ങനെ നമസ്കാരത്തെ പിന്തിപ്പിച്ചാൽ, നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, അവന്റെ ഇബാദത്തുകളെ സ്വീകരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത് പരിശുദ്ധമായ ദീൻ നിർദ്ദേശിച്ച ശുദ്ധി പാലിക്കാൻ നമസ്കരിക്കൽ. ഉളു പൂർത്തിയായിട്ടില്ല, ഉളുവിന്റെ അവയവങ്ങൾ നനഞ്ഞിട്ടില്ല, നിസ്കരിക്കാൻ ശരീരത്തിൽ നജസുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല, വസ്ത്രത്തിൽ നജസുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല, നിസ്കാര സ്ഥലത്ത് നജസുണ്ട് അതൊന്നും ശ്രദ്ധയില്ല, ബാങ്ക് വിളിച്ചു നിസ്കരിച്ചു നിസ്കരിക്കാൻ അത് പറ്റില്ല. ശുദ്ധിയും ആ വൃത്തിയും വെടുപ്പോടും കൂടി നമസ്കരിച്ചില്ല എങ്കിൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധിയില്ലാതെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മുസ്ലിം ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ശുദ്ധി ഈമാന്റെ പകുതിയാണ്. അത്തൊഹൂർ ശത്രുൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ്. അപ്പൊ ഈ വൃത്തിയോടെ നമസ്കാര കുപ്പായം, നമ്മുടെയൊക്കെ നിസ്കാര കുപ്പായം കഴിഞ്ഞ റമദാനിൽ കഴുകിയതാ, പിന്നെ കഴുകിയിട്ടുണ്ടാവൂല. മലക്ക് പോയിട്ട് ഇബ്ലീസ് പോലും അടുക്കുന്നുണ്ടാവൂല, വിയർപ്പൊക്കെ പറ്റി അഴുക്കൊക്കെ പറ്റി പാടില്ല. പ്രിയമുള്ളവരെ, ശുദ്ധിയോടെ വൃത്തിയോടെ നന്നായി അൽഹംദുലില്ലാ കഴുകി വൃത്തിയാക്കി നമസ്കരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഞ്ചാമത്തത് ഹറാമ സമ്പാദ്യത്തിലും ഭക്ഷണത്തിലുമായി തുടരുക. ഹറാമായ ജീവിതം, ഹറാമായ ഭക്ഷണം, പലിശ തിന്നുക, പലിശ തിന്നിട്ടാണ് നിസ്കാരം, ഹറാമായ മുതൽ ഭക്ഷിക്കുക, ഹറാമിലായി നിത്യമാവുക, ആ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കൂലെന്നാണ്. അള്ളാഹു കാദ്രക്ഷിക്കുമാറാകട്ടെ. മഹാനായ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഉരുള ഭക്ഷണം, ഹറാമായ ഒരു ഉരുള ഭക്ഷണം അവന്റെ പള്ളയിലുണ്ടെങ്കിൽ 40 ദിവസത്തെ ഇബാദത്ത്, 40 ദിവസത്തെ ദുആ അവൻ അള്ളാഹു സ്വീകരിക്കൂലെന്നാണ്. ഒരു ഹദീസിൽ ഒരു റിപ്പോർട്ടിൽ ദുആ എന്നും മറ്റൊരു റിപ്പോർട്ടിൽ നമസ്കാരം എന്നും കാണാം. ഒരു ഉരുള ഭക്ഷണം നമ്മുടെ പള്ളയിൽ ഹറാമിന്റെ മുതലുണ്ടെങ്കിൽ 40 ദിവസത്തെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കഴിക്കുന്ന ഹറാമുണ്ടോ ഹലാലുണ്ടോ, അത് ശുബഹത്താണോ എന്ന് നമുക്ക് ചിന്തയുണ്ടോ? വരിക, തിന്നുക, കഴിക്കുക, ഇതാണ് നമ്മുടെ ചിന്ത. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മക്കള് പട്ടിണി കിടന്ന് മരിക്കാറായിട്ട് പോലും മക്കൾ കഴിച്ച രാവിലെ എഴുന്നേറ്റ് മരത്തിന്റെ ചുവട്ടിൽ വീണ് കിടന്ന ഈത്തപ്പഴം തൊണ്ടയിൽ കൈയിട്ട് കുത്തിയെടുത്ത് ഛർദ്ദിപ്പിച്ച കളഞ്ഞ ചരിത്രം നമുക്കറിയാം. എന്തിന്റെ പേരില? ഹറാമിന്റെ മുതൽ വന്നാൽ നരകത്തിൽ പോകും മക്കളെ, പട്ടിണി കിടന്ന് മരിച്ചാലും നിങ്ങൾ നരകത്തിന്റെ വിറകുള്ളികളാകാൻ ഞാൻ വിടൂല എന്ന് തീരുമാനിച്ചതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഹലാലാകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ കഴിക്കുന്നതും അത് ഹറാമാകാതിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ആറാമത്തത് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമസ്കാരത്തിലെ നിർബന്ധ ഘട്ടങ്ങളിലെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ റുക്കൂ, സുജൂദ്, ഇഅ്തിദാല്, അതുപോലെ ദിക്റുകൾ, ഇതൊക്കെ വേഗത്തിൽ പെടച്ചടച്ച നിസ്കാരം അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് യഥാർത്ഥ മോഷ്ടാവ് എന്നറിയോ? ആരാണ് മോഷ്ടാവ്? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം. നബി അറിയില്ല. നബി തങ്ങൾ പറഞ്ഞു, യസ്രിഖു മിനസ് സ്വലാ, നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവരാണ്. അപ്പൊ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്രിഖു യാ റസൂലല്ലാഹ്, നമസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് മോഷ്ടിക്കുക? നമസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് മോഷ്ടിക്കുക? നബി തങ്ങൾ പറഞ്ഞു, വലാ യത്തിമ്മു സുജൂദഹാ വറുകൂഅഹാ, റുകൂഉം സുജൂദും പൂർത്തിയാകൂല. മിനിറ്റുകൾ കൊണ്ട് എക്സ്പ്രസ് പോലെ നിസ്കാരം, ഒരൊറ്റ പോകുന്ന അത് വേണ്ട. അങ്ങനെ നമസ്കാരങ്ങളിൽ വീഴ്ചകൾ വരുത്തൽ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അതുപോലെ ഏഴാമത്തത്, നമസ്കാരം കഴിഞ്ഞിട്ടും പാപങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പാപങ്ങൾ, നമസ്കാരം കൃത്യമാക്കുന്നവർക്ക്, ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവർക്ക് കൽബിൽ പാപം ചെയ്യാൻ തോന്നൂല. അപ്പൊ നമ്മൾ പാപത്തിൽ നിത്യമായി തുടരുന്നെങ്കിൽ പഠിച്ചു വെച്ചോ, നമ്മുടെ ഇബാദത്തിൽ ഇഖ്ലാസിൽ കുറവുണ്ട്, അള്ളാഹുവിൽ സൂക്ഷ്മത കുറവുണ്ട്. അത് ശ്രദ്ധിക്കുക. ഹറാമിലായി കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞിട്ടും തെറ്റുകളിലേക്ക് മുഴുകുക, അത് നമസ്കാരം സ്വീകരിക്കാതിരിക്കാൻ കാരണമായേക്കാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 7 കാര്യങ്ങൾ മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാരം സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അത് റബ്ബിന്റെ കയ്യിലാണ്. അള്ളാഹ് സ്വീകരിക്കാമെന്ന് സ്വീകരിക്കും, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് നബി തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നബി തങ്ങൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അള്ളാഹു തടഞ്ഞേക്കാം, അള്ളാഹു തട്ടിക്കളഞ്ഞേക്കാം, സ്വീകരിക്കാതിരിക്കാം എന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഇരുകൂട്ടർക്കുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം എല്ലാ ദിവസവും ചരിത്രം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാന്മാരുടെ ചരിത്രം വളരെ ചുരുങ്ങിയ സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. അതോടൊപ്പം അൽഹംദുലില്ലാ ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ് രാത്രി 9 മണിക്ക് ആ ഒരു ചാനലുണ്ട്. 3 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. ദുആ നിങ്ങളൊക്കെ
ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.